ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള 2 ഡിസൈൻ മാലയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന 2 ഡിസൈൻസാണ് ചെയ്യുന്നത്. അതിനാവശ്യമുള്ള ഈ പേൾ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചെയിൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ കരികുമണി മാലയിലൊക്കെ കൂടുതലും ഇതുപോലത്തെ ബ്ലാക്ക് കളർ മുത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ചെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നിറയെ ഡിസൈൻസ് ഉണ്ടാക്കാം. ഈ മാട്ടി, നെറ്റിച്ചൂട്ടി, ബ്രേസ്ലെറ്റ്, മാല, നെക്ലസ്, അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഈ ചെയിൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ക്രിസ്റ്റൽസ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ കമ്പി ഉണ്ടല്ലോ, അതായത് നൂൽക്കമ്പി, ഗോൾഡൻ കളർ നൂൽക്കമ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കട്ടർ, പ്ലെയർ, ഈ സാമഗ്രികളൊക്കെ വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ കോപ്പർ വയർ ഇതുപോലൊരു റോള് വാങ്ങിക്കാൻ 35 റുപ്പീസ് ആയിരുന്നു വില. അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിന് കുറച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണ്ട, കുറച്ച് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ 2 ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു മുത്തെടുത്ത് കോർക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കിയ ശേഷം കോർക്കാം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൂത്ത് പിക്ക് എടുത്തിരിക്കുന്നത്. അല്ല, ടൂത്ത് പിക്ക് ഉപയോഗിക്കാതെ കറക്റ്റ് റൗണ്ട് എടുത്തിട്ട് കമ്പി ഇങ്ങനെ ചുറ്റി വെക്കാൻ കിട്ടുമെങ്കിൽ ടൂത്ത് പിക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ടൂത്ത് പിക്ക് ആകുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഈസി ആയിരിക്കും. അപ്പോൾ അതിലിങ്ങനെ ഈ കമ്പി ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ വളച്ച് അതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷേപ്പ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഈ 2 കമ്പിയുണ്ടല്ലോ, 2ഉം കൂടി ചുറ്റി വെച്ചാലും മതി. അല്ലെങ്കിൽ ഈ നീളം കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് ഈ വലിയ നീളം ഉള്ളതിൻ്റെ അതിലോട്ട് ചുറ്റി വെച്ചാലും മതി. അപ്പോൾ അങ്ങനെ സിംഗിളായിട്ട് ഒരു കമ്പിയെ ചുറ്റാൻ കിട്ടുന്നില്ലെങ്കിൽ 2ഉം കൂടി ചേർത്ത് പിടിച്ചിട്ട് ഒരുമിച്ച് ചുറ്റിയാലും മതി. അത് ഒരുപോലെ തന്നെയായിരിക്കും കാണാനൊക്കെ, നേരെ നല്ല ഭംഗിയുണ്ടാവും. അപ്പം അങ്ങനെ ചുറ്റുക. അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്കിതാ ഫസ്റ്റ് ലൂപ്പ് ഉണ്ടാക്കി ഒരു കുഞ്ഞു ലൂപ്പ് ഇതുപോലെ ഉണ്ടാക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മുത്ത് കോർക്കാം. മുത്ത് കോർത്ത ശേഷം വീണ്ടും ഇതുപോലെ ലൂപ്പ് ഉണ്ടാക്കുകയാണ്. അതായത് മുത്തിൻ്റെ 2 ഭാഗത്തും നമ്മൾ ഇതുപോലെ ലൂപ്പ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഇവിടെ എങ്ങനെ ലൂപ്പ് ഉണ്ടാക്കാൻ നോക്കാം. മുത്ത് കോർത്ത ശേഷം ലൂപ്പ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടും, മുത്തിൽ പിടിക്കാമല്ലോ. അത് കാരണം കുറച്ചുകൂടി വേഗം നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ടൂത്ത് പിക്കിൽ ഒന്ന് ചുറ്റിയിട്ട് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. അത് ചുറ്റി ആ ഷേപ്പായി കഴിയുമ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ചുറ്റാം. ഇത് നല്ല തിന്നായ എന്താ പറയുക കോപ്പർ വയർ ആയതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ചുറ്റാൻ കിട്ടും. കുറച്ചുകൂടി തിക്കാണെങ്കിൽ കട്ടി കൂടുന്തോറും അത് കുറച്ചുകൂടി ബലം ഉണ്ടാവും. അപ്പോൾ പ്ലെയർ യൂസ് ചെയ്തിട്ട് തന്നെ ചുറ്റണം, കൈ കൊണ്ട് കിട്ടില്ല. അപ്പോൾ നമ്മളിത് ചുറ്റിക്കഴിഞ്ഞു കറക്റ്റ് ആ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന വയർ കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഒരു മുത്തിൻ്റെ 2 സൈഡിലും ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതേപോലെയാണ് കംപ്ലീറ്റ് ചെയിനും നമുക്ക് കോർത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ തിന്നായ വയറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി തിക്കായതും നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും പൊട്ടിപ്പോകുന്നില്ല, ഇത് കുറച്ച് സ്ട്രോങ് തന്നെയാണ്, പൊട്ടിപ്പോകുന്നില്ല തിന്നാണെങ്കിലും. അപ്പം നെക്സ്റ്റ് വൺ നമുക്ക് ഓർക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കിയ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് വേണം നമുക്ക് ഇത് ലൂപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിൽ കോർത്ത ശേഷം ജസ്റ്റ് ചുറ്റിയെടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ വരുന്നെങ്കിൽ അങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഇല്ല, ഷേപ്പ് കിട്ടുന്നില്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ടൂത്ത് പിക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ റൗണ്ടും സെയിം വലുപ്പത്തിൽ ഒരേപോലെ കിട്ടും നമുക്ക്. അതുകൊണ്ട് ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനുശേഷം ഈ 2 കമ്പി കൂടി ചുറ്റി നന്നായിട്ട് പിരിച്ച് വെക്കാം. ഓക്കെ, നല്ല ടൈറ്റായ ശേഷം ടൈറ്റാക്കിയിട്ട് പിരിച്ച് വെക്കാം. അപ്പോൾ ഇതുപോലത്തെ റെഡിമെയ്ഡ് ഐറ്റം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ കോർത്തത് മീറ്റർ കണക്കിൽ കിട്ടും. അതിനൊരു 1 മീറ്ററിനൊക്കെ 200-300 രൂപയൊക്കെ ഉണ്ടാവും കേട്ടോ. അതും ബ്ലാക്ക് കളർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിത് ഫസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ കുറേ നോക്കി, ബ്ലാക്ക് കളറിൻ്റെ കിട്ടിയില്ല. അപ്പോൾ അതിന് വില 5 മീറ്റർ ഒരു വലിയ റോളിനൊക്കെ 2000-2500 ഒക്കെ വിലയുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയത്. അപ്പോൾ കറക്റ്റ് നല്ല ഭംഗിയിൽ കിട്ടി എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഡിസൈൻ, അതായത് ഈ മുത്ത് ഇങ്ങനെ കോർത്തിട്ടുള്ള പാറ്റേൺ ഏത് കാലത്തും നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അമ്മമാർക്കൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണിത്. അല്ല, ഈ കരികുമണി മാല എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ നിറയെ പേരിൽ പ്രായവരിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വൈറ്റ് കളർ മുത്തിൻ്റെ ആണെങ്കിലും ബ്ലാക്ക് കളർ മുത്തിൻ്റെ ആണെങ്കിലും ഇതേപോലെ കോർത്തിട്ട് 2 വരിയും 3 വരിയൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ കോർത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിങ്ങനെ കോർത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കോർത്ത് എത്ര ലെങ്ത്ത് വേണോ അത്രയും കോർത്തുണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത്, മാലയ്ക്ക് മാലയാണെങ്കിൽ, നെക്ലസ് മോഡലാണെങ്കിൽ ഷോർട്ടായിട്ടും ലെങ്ത്തി ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ശരിക്കും 1 മീറ്ററോ 2 മീറ്ററൊക്കെ ഉണ്ടാക്കാൻ 100 രൂപയുടെ ഉള്ളിലേ ചിലവ് വരികയുള്ളൂ. കാരണം ഈ ക്രിസ്റ്റലിന് ഒരു 100 എണ്ണത്തിന് 80 രൂപയൊക്കെ ആയിരിക്കും വില വരിക. ഈ നൂൽക്കമ്പിക്കാണെങ്കിൽ 30-35 രൂപയാണ്. അതിൽ മുഴുവൻ നമ്മൾ എടുക്കുന്നില്ല, കുറച്ച് മതി. അത് വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 മുത്താണ് ഇവിടെ കോർത്ത് കഴിഞ്ഞു. 2 മുത്ത് കോർത്ത് ഇനി നെക്സ്റ്റ് വൺ കോർക്കുമ്പോൾ രണ്ടാമത്തെ ലൂപ്പിൽ കോർത്തിട്ട് മൂന്നാമത്തെ മുത്ത് കോർത്ത് അങ്ങനെ നമുക്ക് ലൂപ്പ് ഉണ്ടാക്കി പോകാം. അപ്പോൾ ഇതിൽ കണ്ടു, ഇതിൽ പറഞ്ഞാൽ ചുറ്റി നല്ല ഗ്യാപ്പുണ്ട് 2 മുത്തിൻ്റെ ഇടയിൽ. അത് നന്നായിട്ട് 2-3 ചുറ്റും നീളത്തിൽ ചുറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയതിൽ പറഞ്ഞാൽ ഗ്യാപ്പില്ല. അതായത് ചുറ്റിയതിൻ്റെ മേലെ കൂടെ തന്നെ വീണ്ടും വീണ്ടും ചുറ്റിയത് കൊണ്ടാണ് ഗ്യാപ്പില്ലാത്തത്. അപ്പോൾ ഗ്യാപ്പ് വേണമെന്നുണ്ട് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പരന്നിട്ട് ചുറ്റാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് നീളത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് യൂസ് ചെയ്തിട്ട് 2 ഡിസൈൻ എങ്ങനെ നമുക്ക് മാല ഉണ്ടാക്കിയെടുക്കാം അത് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഇറക്കമില്ലാതെ ഇത് 4 വരിയായിട്ടുള്ളൊരു മാല നമുക്ക് ഉണ്ടാക്കാം. ഒരു പണിയുമില്ല, ഈസിയാണ്. ഇത് നമ്മൾ 4 വരിയായിട്ട് മടക്കുകയാണ്. അതായത് കറക്റ്റായിട്ട് സെൻറ്ററിൽ മടക്കിയിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടി മടക്കുക. അപ്പോൾ നമുക്കിങ്ങനെ 4 വരിയായിട്ട് കിട്ടും. ഈ 4 വരിയായി കറക്റ്റ് മടക്കി ലെങ്ത്ത് വെച്ച ശേഷം നമുക്ക് 2 അറ്റത്തും അതിന് കൊക്കി കൂടി അതിൽ കണക്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നേരെ വെക്കുക. 3 വരി വേണമെന്നുണ്ട് പറഞ്ഞാൽ 3 വരി മടക്കിയാൽ മതി. 2 വരിയാണെങ്കിൽ കുറച്ച് നല്ല ലോങ് ആയിരിക്കും മാല. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ 4 വരിയായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 4 വരി ഒരേപോലെ ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതല്ലാതെ ലെയറായിട്ട് സ്റ്റെപ്പായിട്ട് വേണമെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കാം. മേലെ ഒന്ന് പിന്നെ തൊട്ട് താഴെ ഒന്ന്, അങ്ങനെ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ചുറ്റി വെച്ചാൽ മതി. ചുറ്റി വെച്ച ശേഷം എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വെക്കുക 4 വരി. അതിനുശേഷം നമുക്ക് ഈ കൊക്കി അതിൽ കോർക്കാം. പിന്നെ കൊക്കി കോർക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പുതിയ കണ്ണിയൊന്നും നമുക്കതിൽ ആവശ്യമില്ല. ഈ ചെയിനിൽ മുഴുവൻ കണ്ണികൾ നിറയുണ്ട്, ഓരോ മുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലെങ്ത്ത് നമുക്ക് കറക്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം ഒരു വട്ടക്കണ്ണി എടുത്തിട്ട് ആ ലെങ്ത്തിൻ്റെ അവിടെ എൻഡിൽ എവിടെയാണോ ആ 4ൻ്റെയും കുഞ്ഞു ലൂപ്പ് ഉണ്ടല്ലോ അതിനുള്ളിൽ കൂടെ കോർത്തിട്ട് നമുക്ക് ഈ ജമ്പ് റിങ് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഭാഗത്ത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ ഭാഗത്ത് കൂടി കൊക്കി കോർക്കാനുള്ള റിങ്ങുകളുണ്ടല്ലോ, അതായത് ഈ കണ്ണികൾ 3 എണ്ണം ഉണ്ട്. അത് നമുക്ക് മറ്റേ ഭാഗത്തും ഇതുപോലെ കോർക്കാം. അപ്പോൾ നമ്മുടെ ഈ മാല ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് 4 മടക്കി വെച്ച ശേഷം 2 ഭാഗത്തും കൊക്കി കോർക്കുക. ഒരു ഭാഗത്ത് വട്ടക്കണ്ണി കോർത്തിട്ട് നമ്മളതിൽ കൊക്കി കോർത്തു. ഇനി അത് ഹുക്ക് ഇടാനുള്ള 3 കണ്ണികളാണ്. ഇത് നമുക്ക് ഒരു കണ്ണിയോ അല്ലെങ്കിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 എണ്ണോ അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും അതിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിലും കോർക്കാം. ഞാനിവിടെ 3 കണ്ണി എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ചെയിനിലുള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ വട്ടക്കണ്ണി കോർത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്നോളും, ടൈറ്റായിരുന്നോളും. നന്നായിട്ട് ഗ്യാപ്പില്ലാതെ ടൈറ്റ് ചെയ്യുക, അത് അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു മാല, ഒരു ഡിസൈൻ റെഡിയായി. ഇത്രയും ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു മാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇത്രയേ ഉള്ളൂ പണി. പക്ഷെ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ ഇത് നല്ല വില കൊടുക്കണം. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നമ്മൾ ഉണ്ടാക്കിയിട്ടിടുന്നതും കടയിൽ പോയി വാങ്ങിക്കുന്നതും ഇതാകുമ്പോൾ കുറച്ചുകൂടി കേടുവരാതെ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും ഈ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ. ഇതിപ്പോൾ 4 വരിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് 5 വരി വേണമെങ്കിലും ഉണ്ടാക്കാം. 5 വരിയാകുമ്പോൾ കുറച്ചുകൂടി നെക്കിനോട് കയറിയിരിക്കും. ഇതിപ്പോൾ ഞാനിത് ഇട്ട് കാണിച്ചു തരാം. ഇട്ട് കാണിച്ചു തരുമ്പോൾ ഇത് ഇത്രയും ഇറക്കം വരുന്നുണ്ട്. 5 വരിയാണെങ്കിൽ കുറച്ചുകൂടി കയറി നെക്കിനോട് ചേർന്നിരിക്കുന്ന വലിപ്പമായിരിക്കും. ഈ നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹുക്കി ഒന്നും കോർക്കണ്ട. ഈ സ്കാർഫൊക്കെ ഇടുന്ന പോലെ ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു എൻഡ് കോർത്താൽ മതി. എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ആ 4 അറ്റം ഉണ്ടല്ലോ അത് അങ്ങനെ നമുക്ക് തൂക്കിയിടാം. അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അത് നല്ല ഒരു ഭംഗിയുള്ള നല്ലൊരു ഡിസൈനല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് കോർക്കുക ഒന്നും വേണ്ട. നമുക്ക് ആവശ്യം കഴിയുമ്പോൾ കറക്റ്റ് ഊരി വെക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് ഇടാം. അല്ലെങ്കിൽ ഇത് കുറച്ച് നല്ല ലൂസായിട്ട് ഈ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലോ ആ ഭാഗം, ഈ 4 തൂങ്ങിക്കിടക്കുന്ന ഭാഗം സൈഡിലോട്ടാക്കിയിട്ട് ഇതുപോലെയും വെക്കാം. നമുക്കിതും ഇതേപോലെ തന്നെ 4 ഒരേ ഇതിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ വേറെ വേറെ ആക്കാം. പിന്നെ ഈ അറ്റത്ത് വേണമെങ്കിൽ നമുക്കൊരു മുത്ത് എന്തെങ്കിലും കോർത്തിടാം. അപ്പോൾ അതിങ്ങനെ ഊരി വരുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ അറ്റത്തൊരു മുത്ത് കോർത്തിട്ട് ആ കനത്തിൽ അങ്ങനെ അത് നിന്നോളും. ഇത് ഊരി വരില്ല ഇങ്ങനെ ഇട്ട് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ലെങ്ത്ത് കുറച്ച് ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും. 5 വരിയൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ 4 വരി തന്നെയാണ് ഞാൻ കയറ്റി വെച്ചതാണ്. അപ്പോൾ ഇതാണ് 2 ഡിസൈൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.